പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിൻ്റെ കേസുകളുടെ കാര്യം നിരന്തരമായിട്ട് ഹൈക്കോടതിയിലും ബഡ്സ് കോർട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് വിളിക്കലും പോസ്റ്റ്പോൺ ചെയ്യലൊക്കെ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാത്തത്. ഇ ഡി കേസന്വേഷണവുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. കൂടുതൽ പ്രതികൾ ഇ ഡിയുടെ കേസിലുണ്ടാകും. സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ കൂടെ ഇനിയും കുറ്റപത്രങ്ങൾ ആഡ് ചെയ്യും. എന്തായാലും ഞാനിന്ന് പറയാൻ വന്നത് മറ്റൊരു തട്ടിപ്പിനെ കുറിച്ചിട്ടാണ്. വ്യാപകമായിട്ട് കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിടുകയാണ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതെന്താണ് എന്നുള്ളത്. ഞാനിവർ ഈ ബിസിനസ്സിൽ ചെയ്യുന്ന തട്ടിപ്പിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ വിവേചന ബുദ്ധിയിൽ അത് തീരുമാനിക്കേണ്ടതാണ് ഇതെന്താണ് എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് കാണുന്നത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഫോർവേഡായിട്ടൊരു മെസ്സേജ് അയച്ചതിലോ ആകാം. അതിങ്ങനെ ആയിരിക്കും: ജോബിന് അപേക്ഷ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ സീറ്റുകളുണ്ട്, വീട്ടിലുണ്ട്, വർക്ക് ഫ്രം ഹോമിന് കുറഞ്ഞ സീറ്റുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർവേഡ് മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒന്നെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുള്ള ലിങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരാളുടെ നമ്പർ ആയിരിക്കും. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുക ഇങ്ങനെയുള്ള കാര്യമായിരിക്കും. ഞാൻ ഈ സാധനം ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. ഹലോ, വീട് ഇവിടെ മലപ്പുറമാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ ഒഴിവ് സമയങ്ങളിൽ മാത്രം വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരത്തെ കണ്ടിട്ടായിരിക്കും. അതിന് പറ്റിയ നല്ലൊരു അവസരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് 2 ടാസ്ക് തരും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അവർക്കായിരിക്കും ഞാൻ വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടാസ്ക് ഇതാണ്. ഒന്നാമത്തെ ടാസ്ക് ഞാൻ താഴെ തന്നിട്ടുള്ള മെസ്സേജും ഒരു വാട്സപ്പിൻ്റെ ലിങ്കും ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക. എന്നിട്ട് അതുപോലെ 5 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. എന്നിട്ട് ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചതിൻ്റെയും 5 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തതിൻ്റെയും സ്ക്രീൻഷോട്ട് എനിക്ക് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് അയച്ചു തരിക. അതുപോലെ രണ്ടാമത്തെ ടാസ്ക്, നിങ്ങളുടെ പേര്, ഏജ്, പ്ലേസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വോയിസ് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരെല്ലാവരും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്താണ് കമ്പനി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ വീട്ടമ്മയായിരിക്കാം, തൊഴിൽ രഹിതനായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു 6000 മുതൽ 25,000 വരെ ഏൺ ചെയ്യാമെന്നൊക്കെ കാണുമ്പോൾ വീണ് പോകും. അപ്പോൾ ഈ ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവരുടെ മറുപടി ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എല്ലാവരോടും ഇൻഡിവിജ്വലായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാനേജർ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നായിരിക്കും. പിന്നെ അങ്ങോട്ട് സൂം മീറ്റിങ്ങുകളുടെ പ്രളയമാണ്. അതിലെല്ലാം തന്നെ ഒരേ സ്ട്രാറ്റജിയാണ്. ഈ ഒരു ഇങ്ങനെ പ്രൊഡക്റ്റ് ഫ്രണ്ടിൽ വെച്ച് നടത്തുന്ന ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ എല്ലാം സ്ട്രാറ്റജി ഏകദേശം ഒന്നാണ്. അതിൽ ആദ്യം നിങ്ങൾ അവർ നിങ്ങളോട് ചെയ്യാം, നിങ്ങളുടെ അപകർഷതാബോധത്തെ പരമാവധി പീഡിപ്പിക്കുകയാണ്. അതിനെ പരമാവധി ചുരണ്ടും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങളെടുത്ത് എടുക്കാൻ പൈസ ഉണ്ടോ, നിങ്ങളെല്ലാത്തിനും ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ, എല്ലാത്തിനും മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു മനുഷ്യൻ്റെ ഒരു അപകർഷതാബോധം ഉണ്ടല്ലോ, അതിനെ പരമാവധി അവർ പ്രകോപിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനൊന്നുമല്ല എന്നൊക്കെ തോന്നി തുടങ്ങും. പിന്നെ അവർ പറയുക ഇതിലൂടെ, ഈ കമ്പനിയിലൂടെ വിജയം കൊയ്ത ആളുകളെ കുറിച്ചിട്ടായിരിക്കും. ഒരുപാട് പേരെ കോട്ടൊക്കെ ഇട്ടിട്ട് വരും. ഇങ്ങനെയൊക്കെ ആയിരിക്കും മീറ്റിംഗ് ഉണ്ടായിരിക്കാം. കോട്ടൊക്കെ ഇട്ടിട്ട് വരും. അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ കാറ് വാങ്ങിച്ചു, കോട്ട് വാങ്ങിച്ചു, പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിച്ചു, ഇതിൽ നിന്ന് ഞാൻ ജീവിത വിജയം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾ പതുക്കെ ഇതിനോട് അടിമപ്പെടും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും പുഴാണ് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. അപ്പോഴൊക്കെ ഇവർ പറയുന്നത് ഈ കമ്പനിയുടെ പ്രൊമോഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ തരും. മറ്റൊരു രസകരമായ ഒരു ടാസ്ക് ഇവരുടെ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത്, ഇവരുടെ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിലൊക്കെ ചെന്നിട്ട് കമൻറ്റുകൾ ഇടണം, പോസിറ്റീവ് കമൻറ്റുകൾ ഇടണം. അതായിരിക്കും ഏറ്റവും അവസാനം നിങ്ങളോട് പറയും ഫോർ എവർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, ഇത് ഏറ്റവും അവസാനമേ പറയുള്ളൂ, ഫോർ എവർ എന്നൊരു കമ്പനിയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോർ എവർ എന്നാലൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ഈ ന്യൂട്രീഷനും അതുപോലെ തന്നെ ഹെൽത്ത് സപ്ലിമെൻറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടുതലായിട്ട് അവർക്ക് നമ്മുടെ അലവേര, കറ്റാർവാഴയുടെ പ്രോഡക്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇവരുടെ സൂം മീറ്റിങ്ങുകളെല്ലാം കണ്ട് അവസാനം നിങ്ങൾ ഇതിനോട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കും. ഇവരുടെ ക്ലാസ്സുകൾ വരുന്നതെല്ലാം തന്നെ കാറുണ്ടാക്കി, വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളാണ്. നിങ്ങളാണെങ്കിൽ സ്വയം വിലയിരുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരാജയമാണെന്ന് തോന്നി തുടങ്ങും. അങ്ങനെയുള്ളൊരു ചിത്രമായിരിക്കും ഇവർ ഈ ക്ലാസ്സുകൾ മുഖേന നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ഇവരുടെ ക്ലാസ്സുകൾ കേട്ട് അവസാനം നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നൊരു മാനസിക നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ നിങ്ങളോട് പറയുന്നത്
ഇതിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 2cc തികക്കണം. അതെന്താണ് 2cc? 28,000 രൂപയ്ക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ മറ്റ് ഈ ഒരു ഹെൽത്ത് സപ്ലിമെൻറ്റുകളെല്ലാം നിങ്ങൾ വാങ്ങണം. പരമാവധി നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ പ്രഷർ ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുക നിങ്ങൾ ഈ 28,000 രൂപയ്ക്ക് ആർക്കുണ്ടെങ്കിലും ഇത് വാങ്ങിപ്പിക്കണം, എന്നാലും നിങ്ങൾക്ക് ഈ അവസരം കിട്ടും. അതല്ലെങ്കിൽ 5,000 രൂപയുടെ ഒരു ചെറിയ എന്തോ ഒരു ചാൻസ് ഉണ്ട്. അത് ഏറ്റവും അവസാനം മാത്രമേ പറയുള്ളൂ. പരമാവധി 28,000 രൂപയ്ക്ക് സാധനം എടുക്കാനാണ് അവർ പ്രഷർ ചെയ്യുക. 28,000 രൂപയ്ക്ക് സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇതേപോലെ പ്രൊമോട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ 28,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ സാധനമാണ് 28,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് 28,000 രൂപയ്ക്ക് കിട്ടും. ഇത് ജീവിതത്തിലൊന്നും നമുക്ക് ഒരു വിധത്തിലും ഉപകാരമില്ലാത്തൊരു സാധനമാണ്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലവിധ സാധനങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാനിവരുടെ മീറ്റിങ്ങുകളൊക്കെ കയറി, സൂം മീറ്റിങ്ങുകളൊക്കെ കയറി ഒരുപാട് വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത് മുഴുവൻ. പണ്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾ തീരെ ആരോഗ്യമില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണശീലമാണ്. അപ്പോൾ ഈ കറ്റാർവാഴ ജ്യൂസ് അടിച്ചത് അവനെന്തോ ആണിത് കലക്കി കുടിച്ചു കഴിഞ്ഞാലും പിന്നെ ആരോഗ്യമാണ്, പിന്നെ മരണമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 28,000 രൂപയ്ക്ക് ഇതിൽ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിങ്ങൾ നിസ്സഹായസ്ഥലായി. പിന്നെ നിങ്ങൾക്ക് ഈ പൈസ മുതലാവണമെങ്കിൽ നിങ്ങൾ ഇത് സെയിൽ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പരിപാടി തുടങ്ങും. സ്റ്റാറ്റസ് ഇട്ടിട്ട് ആളുകൾ എന്താണെന്ന് പറയാതെ ഇതിലേക്ക് കൊടുന്ന് 28,000 രൂപയുടെ സാധനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നായിരുന്നു? നിങ്ങൾ ജസ്റ്റ് ഒരു ഫോർവേഡഡ് മെസ്സേജ് കണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ തുടക്കം. അപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് അവർ പരുവപ്പെടുത്തിയിട്ട് അവരുടെ സാധനങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു. ഇനി നിങ്ങൾക്ക് ഈ കുഴിയിൽ നിന്ന് നിവരണമെങ്കിൽ നിങ്ങൾ ഈ സാധനങ്ങൾ വേറെ ആരുടെയും തലയിൽ കെട്ടി വെക്കണം. ഈ 28,000 രൂപയ്ക്ക് ഇവർ തരുന്ന ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇത്രയും കാണുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടി വെക്കണം. ഇതൊക്കെ അവസാനം പറയുള്ളൂ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു 28,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് നിങ്ങളിതിൽ ആഡ് ആവണം, എന്നാലേ ഈ പരിപാടി ഉള്ളൂ എന്ന് പറയുള്ളൂ. ആക്ച്വലി നടക്കുന്നത് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയാണ്. അതിന് പാർട്ട് ടൈം ജോബ്, കുറഞ്ഞ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വല്ലാതൊന്നും പറയുന്നില്ല. കറ്റാർവാഴയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ആധുനിക പഠനങ്ങൾ കറ്റാർവാഴ ഒരു കാർസിനോജനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇതിൻ്റെ ഗണത്തിലൊക്കെ അമിത ഉപയോഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ UK ഒരു ക്യാൻസർ സെൻറ്റർ കാർസിനോജനായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക പഠനം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വിവേചനാധികാരമാണ്. കറ്റാർവാഴയെ കുറിച്ചിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലൊക്കെ വിശ്വസിക്കുന്ന, ഇങ്ങനെയുള്ള ഈ മോഡേൺ മെഡിസിനെ വിട്ടിട്ട് ബാക്കിയുള്ളതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവർ ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജി ഇത് തെറ്റാണ്. ആളുകളെ, സാധാരണക്കാരെ പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തെറ്റാണ്. ഇത് ക്യൂനെറ്റുകാരുടെ സ്ട്രാറ്റജിയാണ്. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ വേക്കൻസി ഉണ്ട്, ഞാൻ ചാൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സൂം മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അവരുടെ പൈസ വെപ്പിച്ചിട്ട് അവരുടെ തന്നെ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സാധനം വാങ്ങിയെന്ന രേഖ ഉണ്ടാക്കിയിട്ട് ആ പൈസ മണിച്ചെയിൻ തട്ടിപ്പും മാതൃകയിൽ വീതിച്ച് കൊടുക്കുന്ന സെയിം സ്ട്രാറ്റജിയാണിത്. ഇങ്ങനെയുള്ള ആളുകളെ സ്റ്റാറ്റസൊക്കെ കാണിപ്പിച്ച് കൊണ്ടുവന്നിട്ട് മീറ്റിങ്ങുകളിൽ കയറ്റിയിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരെ കൊണ്ട് 28,000 രൂപയുടെ സാധനം എടുപ്പിച്ചിട്ട് അത് വീതിച്ച് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു തട്ടിപ്പ് സ്ട്രാറ്റജിയാണിത്. നേരെ ചുവ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നമുക്കിപ്പോൾ തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ സാധനങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വിവേചനാധികാരമാണ്. ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഹെൽത്ത് സപ്ലിമെൻ്റൊക്കെ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വിവേചനാധികാരമാണ്. ഇപ്പോൾ 1,00,000 രൂപക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു 6,000-7,000 രൂപയ്ക്ക് കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് ഇട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതിൽ പെട്ടുപോകുന്നവർ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഒരുപാട് പേര്. ഇങ്ങനെയുള്ള വീട്ടമ്മമാരൊക്കെയാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത്. ഒരുപാട് പേരുടെ കമൻറ്റുകളെല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഇതിൽ ഒരുപാട് പേര് കേരളത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയ സംഘടിതമായൊരു ശക്തിയാണ്. നമ്മളൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും പോയിട്ടുണ്ടെങ്കിൽ ഇവർ കൂട്ടമായിട്ട് ആക്രമിക്കും. ഒരു യൂട്യൂബർ വളരെ വല്ലാതൊക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ ഈ സ്ട്രാറ്റജി ശരിയല്ല, ഇങ്ങനെ ആളുകളത് തട്ടിപ്പിൽ പെടുത്തുന്ന പോലെയാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത്. എന്തായാലും ഇങ്ങനെ ഇതിൽ തട്ടിപ്പിൽ പെട്ടുപോയ ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ തട്ടിപ്പിൽ അകപ്പെടാനുണ്ടായ കാരണങ്ങളും തുടർ നടപടികളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പൈസ പോയവരുടെ എല്ലാം കൂടെ നിങ്ങൾ ഇതിൽ ഈ F03 ഫോറെവറിൻ്റെ സാധനങ്ങൾ കച്ചവടം ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവരുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ പൈസ പോയ ഒരാളാണെങ്കിൽ, നിങ്ങൾ തട്ടിപ്പിൽ വിട്ടുപോയ ഒരാളാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയുള്ള ഒരു ഗ്രൂപ്പ്, അതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആവശ്യമുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാം. ശരി, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.